തിരുവാതിക്കൽ ഇരട്ടക്കൊലക്കേസ് പ്രതി അമിത് നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഇയാൾ അവിടെ എത്തിയതിന്റെ കൃത്യമായ വ്യക്തമായ തെളിവ് പോലീസിന് അനിവാര്യമായിരുന്നു. ഇന്നലെ ഹാർഡ് ഡിസ്ക് പോലീസിന് ലഭിച്ചിരുന്നു. ഇപ്പോഴത്തെ CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. ഇയാൾ നടന്നു പോകുന്നതിന്റെ തെളിവായി മാറുകയാണ്. ശാസ്ത്രീയ തെളിവായി മാറാൻ പോകുകയാണ് ഇത്തരം ദൃശ്യങ്ങളും. കൊല നടത്താനായി പോകുന്നതും തിരിച്ചു CCTVയുടെ ഹാർഡ് ഡിസ്കുമായി വരുന്നതും ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാം. ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകം നടത്താൻ ഉറച്ചു പോകുന്ന അക്രമകാരിയായ ഒരാളെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. 2 പേരുടെ ജീവനാണ് അവിടെ നിന്ന് അയാൾ കവർന്നെടുത്തത്. തിരുവാതിക്കൽ ഇരട്ടക്കൊലക്കേസ് പ്രതി അമിത് കൊലപാതകത്തിന് വേണ്ടി പോകുന്നതും അതിനുശേഷം CCTVയുടെ ഹാർഡ് ഡിസ്കുമായി തിരികെ പോകുന്നതുമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി ചേരുകയാണ്. ഷിനോജ്, ഇയാൾക്കെതിരെ കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് പോലീസിന്റെ കൈവശം എത്തിയിരിക്കുന്നു. തീർച്ചയായും അത് കാരണം അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഈ കൊലപാതകത്തിന് മുൻപും അതിനുശേഷവുമായി ഈ പ്രതി അവിടെ നിന്ന് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൊല ചെയ്യപ്പെട്ട വിജയകുമാറിൻ്റെ വീടിൻ്റെ പുറകിലായി ഏകദേശം 200 മീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്താണ്. ഈ വീട്ടിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്ത് വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ വീട്ടിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രം മാറി പുറകിലായിട്ടുള്ള CCTVയിലാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഒരു 50-60 മീറ്റർ മാറിയാൽ ഒരു തോട് കാണാം. ആ തോട്ടിലാണ് ഇത്തരത്തിൽ ഈ DVRമായി ചെന്ന് ഈ പ്രതി അവിടെ ഉപേക്ഷിച്ചത്. ഈ വഴിയിലൂടെ ആണ് ഈ പ്രതി ആദ്യം കൊല ചെയ്യാനായി പോകുന്നതും അതുപോലെ തന്നെ തിരിച്ച് ഈ CCTVയുടെ DVRമായി തിരിച്ചു വരുന്നതും ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും CCTVയിൽ തന്നെ ദൃശ്യങ്ങൾ കാണാം. ഒരു കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് വരുന്ന അതേ ഒരു കൂസലുമില്ലാതെ, ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്തിട്ടും ഒരു കൂസലുമില്ലാതെയാണ് ആ ദൃശ്യങ്ങളിലൂടെ പ്രതി CCTVയുടെ ഹാർഡ് ഡിസ്കുമായി വരുന്നതെന്ന് വളരെ വ്യക്തമാണ്. അത്തരത്തിൽ കൊണ്ടുവന്ന് ഏകദേശം കൊല നടത്തി മണിക്കൂറുകൾ കഴിയുന്നതിന് ശേഷം ഇപ്പോൾ സമയമനുസരിച്ചാണെങ്കിൽ 3:45 CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്ത് വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 3:45 ഈ തോട്ടിൻ്റെ കരയിലെത്തി ഇവിടെ വന്ന് ഈ CCTVയുടെ DVR ഈ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പോലീസിന് ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള അമിത് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ ക്രൂരമായ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു CCTVയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് നടന്നു പോകുന്നത്, അതിനുശേഷം കൊലപാതകം നടത്തി മണിക്കൂറുകൾക്ക് ശേഷം തിരികെ വരുന്നതുമാണ് ആ ദൃശ്യങ്ങളിൽ ഉള്ളത്.